നമസ്തേ, എന്റെ പേര് ശ്രീനന്ദ SS. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ സഹപാഠികളുടെ ജന്മസിദ്ധമായ കഴിവുകളെ വികസിപ്പിക്കുകയും സർഗാത്മകതയെ ഉയർത്തുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ധ്വനി എന്ന വേദിക്ക് നാം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കേരളത്തിലെ പരിസ്ഥിതി മുന്നേറ്റങ്ങളിൽ സജീവമായി ആലപിക്കപ്പെടുന്ന വരികളാണ് കവി ഇഞ്ഞങ്ങാട് ബാലചന്ദ്രന്റെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്ന് തുടങ്ങുന്ന വരികൾ. കേൾവിക്കാരെ ഏറെ ആവേശം കൊള്ളിച്ച കവിതയുമായി എത്തുന്നു നമ്മുടെ കൊച്ചനുജത്തി 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹൃദ്യ M ആണ്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഹൃദ്യ. ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എഴുതിയ ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്ന് തുടങ്ങുന്ന കവിതയാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണല് കിട്ടാൻ തപസ്സിലാണിന്നിവിടെയല്ല മലകളും. തണല് കിട്ടാൻ തപസ്സിലാണിന്നിവിടെയല്ല മലകളും. ദാഹനീരിനു നോവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും. ദാഹനീരിനു നോവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ എന്നും പിറവി എന്ന വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ എന്നും പിറവി എന്ന വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?